വണ്ടി എടുക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ പേരൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് ഒരു പേരൻസ് ഡോക്ടറെ മൂപ്പര് വന്ന് മൂപ്പരെ മോന് വേണ്ടി മൂപ്പര് ഒരു വണ്ടി എടുത്ത് കൊടുത്ത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ചീപ്പായിട്ട് കിട്ടുന്ന, നോർമലി ചിന്തിക്കുമ്പോൾ എന്തായാലും ജസ്റ്റ് ഡബിളിൻ്റെ മുകളിലായി, ട്രിപ്പിളിൻ്റെ അടുത്തായി. പക്ഷേ വണ്ടി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വണ്ടിക്ക് വില ഉണ്ട്. ടാങ്കിൻ്റെ കപ്പാസിറ്റി, പെട്രോൾ ഓൺ എങ്ങനെ വരിക, അപ്പോൾ ടാങ്കിൻ്റെ ഷേപ്പ് കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ, അതായത് ഒറിജിനൽ 5 സ്പീഡിൻ്റെ സർവീസ് ബുക്ക് എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും കാണിച്ചു തരാം. ഇതാണ് RX135 5 സ്പീഡ്. ഈ 5 സ്പീഡ് മെൻഷൻ ചെയ്ത് ഉണ്ടാവുക. അതുപോലെ ഇഞ്ചിൻ്റെ കോഡിങ് കാര്യങ്ങൾ അതിൻ്റെ മാറ്റം ഉണ്ടാവും. ഫസ്റ്റ് പേജിൽ വണ്ടിയെ കുറിച്ചും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ചുള്ള ഒരു ഉള്ളടക്കം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കണ്ടന്റ് പേജ് നമ്മളൊരു ബുക്ക് മറിക്കുന്ന ആ ഒരു ഫീലിംഗിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഓരോ പാർട്സിനെ കുറിച്ചിട്ടും A to Z കാര്യങ്ങൾ നമ്പർ വൈസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ഭാഗങ്ങളിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഫിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു വാഹനം കാണുമ്പോൾ അതിൻ്റെ പാർട്സുകളെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, സർവീസ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷന്, എഞ്ചിൻ്റെ കപ്പാസിറ്റി, മാക്സിമം ടോർക്ക് കാര്യങ്ങൾ, പവർ റേഷ്യോ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ വണ്ടി ഓടിക്കേണ്ട രീതികൾ കാര്യങ്ങൾ, ഓയിൽ മിക്സിങ് കാര്യങ്ങൾ, അങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടാങ്കിൻ്റെ കപ്പാസിറ്റി, പെട്രോൾ ഓൺ എങ്ങനെ വരിക, അപ്പോൾ ടാങ്കിൻ്റെ ഷേപ്പ് കൊടുത്തിട്ട് കറക്റ്റ് ഇതിൻ്റെ വണ്ടിയെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ, അതായത് ഒരു ക്ലച്ചിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെയാണുള്ളത്, എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പേജിലും വണ്ടിയെക്കുറിച്ചുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ പേജ് ഇങ്ങനെ മറിക്കുന്നുണ്ട്. മീറ്റർ ബോർഡിനെ കുറിച്ചുള്ള എഞ്ചിൻ്റെ ഹെഡ് കാര്യങ്ങൾ, പ്ലഗ് സിങ്ങാമ്, അതുപോലെ ഷോക്കപ്പ്, ബ്രേക്ക് ലിവർ, ബാക്കത്തെ സൈഡത്തെ ചെയിൻ സോക്കറ്റ്, കണ്ണികൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടാങ്കിൻ്റെ ഗേജ് കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ A to Z ഒരു വാഹനത്തെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു സർവീസ് ബുക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ, എങ്ങനെയാണ് വാറണ്ടി വരുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി പോയിന്റ് വൈസ് ആയിട്ട് ഓരോ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സർവീസിൻ്റെ ഹിസ്റ്ററി കേട്ടോ. പേഡ് സർവീസ് ചെയ്തില്ല. പേഡ് സർവീസിൻ്റെ ഏതാണ് 5 സ്പീഡിൻ്റെ ഇതിൻ്റെ സെയിം വണ്ടീൻ്റെ ആണ് ക്ലെയിം ചെയ്തിട്ടില്ല. പെയ്ഡ് സർവീസിൻ്റെ ആ ഒരു ഹിസ്റ്ററി ഇവിടെയാണ് കാണിക്കുക, അവർ മെൻഷൻ ചെയ്യുക. ഇതാണ് സർവീസിൻ്റെ ഫ്രീ സർവീസിൻ്റെ ബുക്ക് കയറിയത് ഇതിലുണ്ട്. ഓക്കെ, ഫ്രീ സർവീസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഈ കാണിക്കുന്നത്. കിലോമീറ്റർ കാര്യങ്ങൾ ഇതിൽ കിലോമീറ്ററിലാണ് നമ്മൾ സർവീസ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡേറ്റ് കാര്യങ്ങൾ, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം ആണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 5 സ്പീഡിൻ്റെ ഒറിജിനൽ 5 സ്പീഡിൻ്റെ ആ ഒരു സർവീസ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. ഓക്കെ, അടുത്ത് കാണാം. അടുത്ത് ഇതിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്. ഇതിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇൻഷുറൻസ് കൊടുത്തിട്ടുള്ള ഇൻഷുറൻസ് പേപ്പറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് അന്നത്തെ നമ്മളിപ്പോൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള ആ ഒരു പ്രിന്റിംഗ് ആണല്ലേ, ഡോട്ട് പ്രിന്റിംഗ് ആണ് അന്നത്തെ ഇൻഷുറൻസ് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടെ നല്ല അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ വന്നപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പേപ്പറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ ആയാലും എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ PDF അല്ല കയ്യിലൊക്കെ ഉണ്ട്. അന്നത്തെ ഇൻഷുറൻസ്, അന്നത്തെ ബില്ല് 2001 ബില്ല്, അന്നത്തെ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ടാക്സ് ആണ് ഇത് ബില്ല്, ഇൻവോയ്സ്. ഓക്കെ, വണ്ടി പർച്ചേസ് ചെയ്തില്ലേ? പർച്ചേസ് ചെയ്ത ബില്ല്. ഓക്കെ, അന്നത്തെ പ്രൈസ് ആട്ടോ ഇത് 49,167 രൂപ. അന്നത്തെ 5 സ്പീഡിന്റെ പ്രൈസ് ആണ് 49,167. അപ്പോൾ ഈ ഒരു മോഡലിന് ഇന്നത്തെ പ്രൈസ് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ അതിൽ തന്നെ ഉണ്ട് ഏകദേശം 1 lakh ആണ്. അതിലിപ്പോൾ RX-Z കേസ് എടുക്കുകയാണെങ്കിൽ 2 ലക്ഷം മുകളിൽ അല്ലെങ്കിൽ 280 മുകളിലായിരിക്കും 5 സ്പീഡിന്റെ സെറ്റിന്റെ വില എന്ന് പറയുന്നത്. അന്ന് നമുക്ക് 49,000 രൂപക്ക് കിട്ടിയിരുന്ന ഒരു മുതലാണ് ഇന്ന് 1 ലക്ഷം ആയിരിക്കുന്നത്. അന്ന് 49,000 വിലയും ഇന്നത്തെ 1 ലക്ഷത്തിന്റെ വിലയും മാറ്റമുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ ചീപ്പായിട്ട് കിട്ടുന്ന, നോർമലി ചിന്തിക്കുമ്പോൾ എന്തായാലും ജസ്റ്റ് ഡബിളിൻ്റെ മുകളിലായി, ട്രിപ്പിളിൻ്റെ അടുത്തായി. പക്ഷേ വണ്ടി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വണ്ടിക്ക് വില ഉണ്ട്. അന്ന് ആ മാക്സിമം റേറ്റ് ആണ് ഒരു വണ്ടി വാങ്ങുന്ന സമയത്തുള്ള 50,000 വലിയ വിലയാണ് അന്നത്തെ കാര്യത്തിൽ. എനിക്ക് ഓർമ്മയുണ്ട്, കുറേ സ്പ്ലെൻഡറും കാര്യങ്ങളും ആ റേഞ്ചിൽ വരുന്നത് അന്ന് മാക്സിമം വില. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു നോർമൽ ബൈക്ക് നിങ്ങൾ സ്കൂട്ടർ എടുക്കാൻ പോകുകയാണെങ്കിൽ 1 ലക്ഷം രൂപേൻ്റെ മുകളിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടാനുള്ളൂ. നമ്മുടെ അടുത്ത് വണ്ടി എടുക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ പേരൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് ഒരു പേരൻസ് ഡോക്ടറെ മൂപ്പര് വന്ന് മൂപ്പരെ മോന് വേണ്ടി മൂപ്പര് ഒരു വണ്ടി എടുത്ത് കൊടുത്ത്. ഒരു 135 ആണ് ബജറ്റ് കുറഞ്ഞ വണ്ടി, ഒരു 70-75 അങ്ങനത്തെ എന്തോ റേഞ്ചിലൊരു കേരള വണ്ടി, നല്ല വണ്ടി. അപ്പോൾ ആ വണ്ടി എടുക്കുമ്പോൾ മൂപ്പര് എന്നോട്, മോൻ ടെസ്റ്റ് റൈഡിന് പോയപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞൊരു പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ മോൻ ഉദ്ദേശിക്കുന്ന വണ്ടി ഏതോ ഇൻ്റർസെപ്റ്റർ ഏതാണ്, അങ്ങനത്തെ അത്യാവശ്യം 3-4 ലക്ഷം രൂപ 3-4 ലക്ഷം രൂപ റേഞ്ചുള്ള വണ്ടിയാണ് മോൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ 4 ലക്ഷം രൂപേൻ്റെ വണ്ടി ഞാൻ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അവൻ കൊണ്ടുപോകും, പിന്നെ കേടാവും. പിന്നെ തിരിച്ച് വിൽക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ ആയാലും അത് തിരിച്ച് റീസെയിൽ ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപ എനിക്ക് അതിൽ നഷ്ടം വരും. ഇതിപ്പോൾ ഈ വണ്ടി അവർക്ക് ഇഷ്ടമുണ്ട്, അങ്ങനത്തെ വലിയ വണ്ടി ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ ഇത് വാങ്ങി കൊടുത്താൽ 75,000 രൂപ വണ്ടിയായി. പിന്നെ ഇത് കുറച്ച് കാലം കൊണ്ടുവന്നിട്ട് തിരിച്ച് വിൽക്കുകയാണെങ്കിൽ നഷ്ടങ്ങളൊന്നും വരാനില്ല.
അപ്പോൾ അങ്ങനെ കുറേ പേരൻസ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ക്യാഷിന് ആ നല്ല ബെനിഫിറ്റ് ഉണ്ട്. 4 ലക്ഷം മുടക്കണേയും കാട്ടിയല്ലേ ഈ 1 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കിട്ടുകയാണെങ്കിൽ ആൾക്കാർ ചിന്തിക്കുമല്ലോ അത് ഓക്കെയാണ്. ആ എടുക്കാൻ കോൺഫിഡൻസ് തിരിച്ച് വിൽക്കുമ്പോൾ റീസെയിൽ വാല്യൂ കുറയില്ല. ഇത് തിരിച്ച് നല്ല രീതിയിൽ കൊണ്ടുനടക്കുകയാണെങ്കിൽ വില കൂടുന്നുള്ളൂ. ആരായാലും നമ്മുടെ അടുത്ത് വണ്ടി എടുത്ത് പോയാലും തിരിച്ച് നമുക്ക് വണ്ടി കൊണ്ടുവന്ന് തരുന്ന ആൾക്കാർ 10% ഉള്ളൂ. ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ള ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യമഹ സീരീസിലുള്ള വാഹനങ്ങൾ തന്നെയാണ്. ഓൾ ടൈം ഹിറ്റ് വണ്ടിയാണ്.